രണ്ടു പേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഒരേ മനസ്സോടെ അധ്വാനിക്കുകയും ഫലം കൊയ്യുകയും ചെയ്യുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ കൂട്ടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് ശ്രീ ജോർജ് പുല്ലാട്ടും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ലാലി ജോർജുമാണ്. സാധാരണ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് ആരാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജോർജ് പുല്ലാട്ടെന്ന് പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നത്തെ അതിഥിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇൻട്രൊഡക്ഷനൊന്നും പോരാ, ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റിയാണ് ശ്രീ ജോർജ് പുല്ലാട്ട്. നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. ജോർജ് ഏട്ടാ, കൂട്ടിലേക്ക് സ്വാഗതം. ലാൽ ചേച്ചിക്കും സ്വാഗതം. പുതുവർഷത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വർഷം ഞങ്ങളെ സംബന്ധിച്ച് പതിവ് പോലെ തന്നെ നന്നായിട്ട് തുടങ്ങി, പള്ളിയിലൊക്കെ പോയി. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് എല്ലാ ദിവസവും പുതിയ വർഷമാണെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. എവറി ഡേ ഈസ് എ സ്റ്റാർട്ട് ഓഫ് എവറി ന്യൂ ഇയർ. അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെ കരുതുന്നു. ഈ ഒരു ദിവസം കൂടെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ഒരു വർഷം കൂടെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയല്ലോ. സന്തോഷം. ജോർജ് ഏട്ടൻ്റെ കഴിവുകൾ പറയാനാണെങ്കിൽ കസ്റ്റംസ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. ഓർമ്മശക്തിയിൽ അഗ്രഗണ്യൻ അല്ലേ? പിന്നെ നന്നായിട്ട് ചിത്രരചന നടത്തും, മജീഷ്യനാണ്, നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും, നല്ലൊരു കൃഷിക്കാരനാണ്. പിന്നെ കുടുംബത്തിലെ വലിയൊരു പ്രത്യേകതയുണ്ട്. ദയാഭായി എന്ന വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ദയാഭായി, സിസ്റ്റർ മേഴ്സി. അദ്ദേഹത്തിൻ്റെ ജോർജ് പുല്ലാട്ട് ചേട്ടൻ്റെ സഹോദരിയാണ് ദയാഭായി. അതും ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കുടുംബത്തിലെ വിശേഷങ്ങൾ വെച്ച് തുടങ്ങാം. ജോർജ് ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ പപ്പായ്ക്കും അമ്മായിക്കും ഞങ്ങൾ 14 മക്കളായിരുന്നു. 14 പേരിൽ ഇപ്പോൾ 10 പേരുണ്ട്. 8 ആണും 6 പെണ്ണുമായിരുന്നു. അതിലേറ്റവും മൂത്ത ആളാണ് ദയാഭായി. പപ്പായും അമ്മായും ഞങ്ങളുടെ പാലായിക്കടുത്തുള്ള പൂരണയിൽ പുല്ലാട്ട് കുടുംബത്തിൽ സാധാരണ നാട്ടിൻപുറത്തുകാരെ തന്നെ കൃഷിക്കാരായിരുന്നു. 8 ആണും 6 പെണ്ണും. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കുടുംബമായിരുന്നു. ലാലിയുടെ വീട്ടിലാണെങ്കിൽ അവർ 10 പേരാണ്. 5 ആണും 5 പെണ്ണും. അപ്പൻ അധ്യാപകനായിരുന്നു, അമ്മ വീട്ടമ്മ, പിന്നെ ഞങ്ങൾ അയൽക്കാരും കൂടെ ആയിരുന്നു. അതൊരു വലിയ കഥയാണ്. അത് പിന്നെ ആവശ്യം വന്നാൽ നമുക്ക് പറയാം. ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് പറയാമോ? എങ്ങനെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്? അതും ഞങ്ങളുടെ നാട്ടിലെ ഒരു ഇച്ചിരി വിശേഷമുള്ള കേസാണ്. ഞങ്ങൾ 3-ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിക്കുന്നവരാണ്. എങ്ങനെ 3-ാം ക്ലാസ് മുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 1-ലും 2-ലും സ്കൂളിൽ ചേർക്കാതെ പഠിച്ചു. 3-ലും പഠിച്ച് ജയിച്ചപ്പം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എൻ്റെ പപ്പായോട് പറഞ്ഞു, ഇവനെ ഇങ്ങനെ വിട്ടാൽ 10-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും, 14 വയസ്സ് തികയത്തില്ല, അതുകൊണ്ട് നമുക്ക് ഒരു വർഷം കൂടെ ഇവനെ പിടിച്ചിടാന്ന് പറഞ്ഞു. സ്കൂളിൽ പോവാതെ തന്നെ 1-ലും 2-ലും പേര് ചേർക്കാതെ വെറുതെ പോയിരുന്ന് പഠിച്ചു, എൻ്റെ മൂത്ത 2 പേരുടെ ഒപ്പം. അങ്ങനെ 3-ാം ക്ലാസ്സിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് പപ്പായോട് ഹെഡ് മാസ്റ്റർ പറയുന്നത്, ഇങ്ങനെ പോയാൽ 10-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവന് 14 വയസ്സ് തികയില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒരു വർഷം കൂടെ 3-ലിടാം. അങ്ങനെ 3-ലിട്ടപ്പോഴാണ് ലാലി എൻ്റെ ക്ലാസ്സിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് അയൽക്കാരാണ്, ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വേറെ സ്കൂളുകളിലായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോയി. അതിനു മുമ്പേ അച്ഛനാകും പോയിരുന്നു, സെമിനാരിൽ പോയിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ പോയി ഒരു വർഷം വീട്ടിൽ വെറുതെ നിന്ന്. അങ്ങനെ 3 വർഷം കഴിഞ്ഞാണ് ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും എൻ്റെ അതേ വർഷം തന്നെ SLC പാസ്സായ ലാലി ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞു, സീനിയറായി. അങ്ങനെ ഒരു ഗ്യാപ്പ് കോളേജിൻ്റെ സമയത്തുണ്ട്. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എയർഫോഴ്സിൽ ജോലി കിട്ടി, അങ്ങനെ പോയി. ആ സമയത്തേക്കാണ് ഞങ്ങൾ
വീണ്ടും പഴയ പരിചയം പുതുക്കി. അടുപ്പം വേറെ ലെവലിലേക്ക് വരുന്നു. അത് നീണ്ട ഒരു 8 വർഷം ഒരു 10-600 കത്തുകളുമായി. നാട്ടിൽ ഒത്തിരി പേർക്കും വലിയ പ്രശ്നമുള്ളൊരു കേസായിരുന്നു. കാരണം എൻ്റെ പപ്പായും ലാലിയുടെ ചാച്ചനും അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആണെങ്കിലും പള്ളി നാട്ടുകാര്യങ്ങളെ സംബന്ധിച്ച് 2 ചേരിയിലായിരുന്നു ചില സിനിമയിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എതിർപ്പുകളുണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഞങ്ങൾക്ക് പിന്മാറ്റമില്ല എന്ന് മനസ്സിലായപ്പോൾ 2 വീട്ടുകാരും കൂടെ സഹകരിച്ച് തന്നെ എല്ലാം നടന്നു. ശരി. മക്കൾ 3 പേര്, 4 പേര്, 2 ആണും 2 പെണ്ണും. 2 ആണ്. ഓക്കെ. അതെ. മക്കളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മൂത്ത മോൻ ജീവൻ, അവൻ UK-ൽ റോൾസ് റോയ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവന് 3 കുട്ടികൾ. ഓക്കെ. രണ്ടാമത്തെ മോൻ ജ്യോതിസ്, അവന് ബാംഗ്ലൂർ മക്കഫെ എന്ന കമ്പനിയിൽ, അവനൊരു കുട്ടി. ഓക്കെ. മൂന്നാമത്തെ മോള് ജെനി, അവൾക്ക് 2 കുട്ടികളുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇവർ 3 പേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. 4മത്തെ മോള് ജ്യോതിക, അവൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, പഠിക്കുന്നു. ഓക്കെ. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അത് എല്ലാവരുടെയും കുടുംബജീവിതത്തിലുണ്ടാവും. പ്രതിസന്ധികൾ ഒക്കെ എങ്ങനെ തരണം ചെയ്തു? ഓർത്ത് വയ്ക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാമോ ജോർജ് ചേട്ടാ? പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം തുടക്കത്തിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതായത് ഒത്തു കല്യാണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ആരും തന്നെ പള്ളിയിലേക്ക് വരാനുണ്ടായില്ല. ഇതൊരു പെങ്ങൾ മാത്രം വന്നു. പിന്നെ അതായത് ആ ചെറിയ പിന്നെ കുറേ പേരൊന്നും നാട്ടിൽ സ്ഥലത്തില്ല. ഇന്നത്തെ പോലെയുള്ള വലിയ ആഘോഷങ്ങളൊന്നും ഒന്നുമില്ല. പള്ളിയിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയി, ഒരു ചായ സൽക്കാരം പോലും ഇല്ലാതെയാണ് ഞങ്ങളുടെ ഒത്തു കല്യാണം നടക്കുന്നത്. മനസ്സമ്മതം കല്യാണത്തിന് എല്ലാവരും സഹകരിച്ചു, എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായിട്ടും തോന്നില്ല. പക്ഷേ ജീവിതത്തിൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതത്തിൽ അങ്ങനെ കാര്യമായ വലിയ പ്രതിസന്ധികളൊന്നും അങ്ങനെ പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കുറേ ട്രാൻസ്ഫേഴ്സ് അതൊക്കെ ഉണ്ടായ ജോലിയുടെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഞാൻ എയർഫോഴ്സിലായിരുന്ന കാലത്ത് 2 മക്കളെയും കൊണ്ട് ജീവിക്കേണ്ടി വന്നതിൻ്റെ പരിമിതികൾ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അന്നൊക്കെ അത് വളരെ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പുതിയതായിട്ട് കല്യാണം കഴിച്ച കുട്ടികൾക്കും അവർക്കൊക്കെ ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ ഭയങ്കര വഴക്കായി, അടിയായി, പിരിയലായി, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് ജോർജ് ചേട്ടൻ്റെ ഒരു? ഞങ്ങൾ 3ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിക്കുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ പിന്നെ ഒത്തിരി കാലം നാട്ടുകാർക്ക് തന്നെ പറഞ്ഞാൽ കുറച്ച് അസൂയ ഉണ്ടാവുന്ന പോലെ ഞങ്ങളിങ്ങനെ അവരുടെയൊക്കെ കൺമുന്നിൽ കൂടെ കുറേ ദൂരം നടക്കുകയും ഒന്നിച്ച് നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഇത് പലരും പറയുന്ന പോലെ പ്രേമവിവാഹങ്ങൾ പരാജയപ്പെടുമെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും വരരുതെന്ന് ഞങ്ങൾക്കൊരു കുറച്ച് എക്സ്ട്രാ കോഷ്യസ് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ എൻ്റെ പൊതുവായ ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഒരു ഇച്ചിരി പ്രശ്നങ്ങളുള്ളപ്പോഴാണ് ഐ ആം അറ്റ് മൈ ബെസ്റ്റ്. ഐ ആം അറ്റ് മൈ ബെസ്റ്റ് വെൻ ഐ ആം ഇൻ എ പ്രോബ്ലം. ഒരു ചലഞ്ച് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ബോറാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരിക്കും. അതുകൊണ്ട് അതൊരു വിഷമമല്ല. നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മൾക്കുണ്ടായ ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ നമ്മളൊരു പോസിറ്റീവായിട്ടൊരു അതിനെ സമീപിച്ചാൽ അത് വലിയ പ്രശ്നമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് തുടങ്ങിയ ഇടയ്ക്ക് തന്നെ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു വിഷയത്തെ ചൊല്ലി ഡൈവോഴ്സ് നിൽക്കുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം. അതായത് ഹസ്ബൻഡ് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ തലയ്ക്കൊന്ന് ഞെക്കിയാണ് പേസ്റ്റ് എടുക്കുന്നത്. ഭാര്യ അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ചുവട്ടിൽ നിന്ന് തന്നെ ഞെക്കി എങ്കിലും അത് മുഴുവനായിട്ട് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിനെ ചൊല്ലി തർക്കമായി നിങ്ങൾ ഇതുപോലും അറിയത്തില്ല എന്ന് ചോദിച്ചു ഭാര്യയുടെ ഒരു ചോദ്യത്തിൽ അത് ഡൈവോഴ്സ് എത്തി നിൽക്കുന്നു. അതാ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അത് വലിയൊരു ഇഷ്യൂ ആക്കി ഡിവോഴ്സ് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ കാലത്തിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിനൊരു പ്രസക്തി തന്നെ ഉള്ളത്. അതുകൊണ്ടാണ്. ജോർജ് ചേട്ടൻ്റെയും ലാൽ ചേച്ചിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 37 വർഷം. അപ്പോൾ അതൊരു നല്ലൊരു കാലയളവ് തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് ബന്ധുക്കളെയും ഒക്കെ അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളായിട്ട്. എങ്ങനെയാണ് അവർ തമ്മിൽ വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ആക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എഫേർട്സ് എന്തൊക്കെയാണ്? ഞങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു പ്രശ്നമായിരുന്നില്ല. ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പലപ്പോഴും ആ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവർ നമ്മുടെ അടുത്ത് ആവശ്യമായിട്ട് വരുന്ന അവസരം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. നമ്മളെ ആരെങ്കിലും ചവിട്ടിയാൽ അവരുടെ തല നമ്മുടെ കാലിൻ്റെ കീഴെ വരുന്ന അവസരം അതാ ദൈവം അങ്ങനെ വെക്കുകയുള്ളൂ. പക്ഷെ നമ്മളപ്പം ചവിട്ടുമൊന്നുമില്ല.
അതെ, ക്ഷമിക്കുക. ആരെയും നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ചായതിനു ശേഷം ഈ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തമാകുകയാണ്. പ്രശ്നങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ജോർജിനെ എൻ്റെ വീട്ടിലും മനസ്സിലായി, എന്നെ അവർക്കും മനസ്സിലായി. അപ്പോഴത്തേക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഫാമിലിയിലൊരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. എൻ്റെ പെങ്ങന്മാരുമായിട്ടൊക്കെ കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ലാലി പ്രത്യേകം ഒരു ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലാൽ ചേച്ചിയെ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ഒതുക്കവും ഭയങ്കര ഒരു എന്താ പറയുന്നത്, ആരോടാണെങ്കിലും ഇണങ്ങിച്ചേരുന്ന ഒരു പ്രകൃതമാണെന്ന് എനിക്ക് ഫീലിംഗ് ഒന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതെ എല്ലാം ക്ഷമയോടെ അല്ലേ, വിവേകത്തോടു കൂടി. ഞാനൊരു പീസ് ലവിങ്ങാണ്. ബേസിക്കലി എനിക്കൊരു സമാധാനപ്രിയയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് വിട്ടുവീഴ്ച ചെയ്താലും ആളുകളായിട്ട് സ്നേഹത്തിലും സൗഹൃദത്തിലും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ രണ്ടുപേരുടെയും പങ്ക് എങ്ങനെയാണ്? ആരാണ് കൂടുതലായിട്ട് അവരെ കൂടെ ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിലെ കാര്യങ്ങളിൽ നോക്കാനൊക്കെ? രണ്ടുപേർക്കും രണ്ട് റോളാണല്ലോ. അച്ഛൻ്റെ റോളും അമ്മയുടെ റോളും രണ്ടാണ്. പക്ഷേ ജോർജ് ഒരു ഭയങ്കര സപ്പോർട്ടീവ് ഹസ്ബൻഡാണ് എല്ലാ കാര്യത്തിലും. എനിക്ക് ചെറിയ പ്രായത്തിൽ ഇവർ എടുത്തുകൊണ്ട് നടക്കുന്ന കാര്യം തൊട്ട് എല്ലാത്തിലും ഇനീഷ്യേറ്റീവ്. ഇപ്പോൾ ബോംബെയിലൊക്കെ ആണിപ്പോൾ യാത്ര നല്ല ബുദ്ധിമുട്ടാണല്ലോ. 4 ബാഗ് ഉണ്ട്, ആ 4 ബാഗും തോളയിൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊച്ചിനെ എടുത്ത് പിടിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അതുകൊണ്ട് യാത്ര പോകുമ്പോഴോ നമ്മൾ ഈ ടൗണിലോ പലപ്പോഴും ഒക്കെ നമുക്ക് കാണാറുണ്ട്. ഭാര്യയും ഭർത്താവ് ഒന്നിച്ചാണ് പോകുന്നത്, നമുക്ക് കാണാം. ഭാര്യയുടെ കയ്യിൽ ബാഗും കാണും, ഒരു കൊച്ചും കാണും, കടയിൽ നിന്ന് മേടിച്ച എന്തെങ്കിലും ഒരു സാധനങ്ങൾ കാണും, ഹസ്ബൻഡ് കൈയും വീശി പോകുന്നത് കാണും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നും. ആ പെണ്ണത് ചുമക്കുന്നുണ്ടല്ലോ പരാതി കൂടെ, അത് കണ്ടിട്ട് അങ്ങേര് കൂളായിട്ട് നടക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും. ലാലിക്ക് കൊച്ചിൻ്റെ ഭക്ഷണം കൊടുക്കുമ്പോഴോ കുടിപ്പിക്കുമ്പോഴോ അല്ലാതെ കൊച്ചിനെ അധികം എടുത്തുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. ലാൽ ചേച്ചി വർക്കിംഗ് ആണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. എവിടെയാണ് വർക്ക് ചെയ്തത്? ഞാൻ പല സ്കൂളുകളിലും കോളേജിലും ഒക്കെ ആയിട്ട് 33 വർഷം ഒഫീഷ്യൽ ജീവിതം കംപ്ലീറ്റ് ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ്റെ തൃപ്പൂണിത്തുറയുള്ള ഏരൂർ വിദ്യാഭവനിൽ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ പഠന വൈകല്യമുള്ള കുട്ടികളുടെ ട്രെയിനിങ്ങിലേക്ക് തിരിഞ്ഞു. അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ 4ാമത്തെ കുട്ടി ജ്യോതിക ലേണിംഗ് ഡിസേബിൾഡാണ്, കുറച്ച് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ട്. അപ്പോൾ അവളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചില ട്രെയിനിങ് ഒക്കെ എടുത്തു. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു കൊച്ചിൻ്റെ വിഷമങ്ങളും അതുപോലുള്ള കുട്ടികളുടെ വിഷമങ്ങളൊക്കെ എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ആ കിട്ടിയ അറിവുകളും അങ്ങനെ ഒരു മേഖലയിലേക്ക് കടക്കണമെന്ന് എനിക്ക് തോന്നി. ഇന്ന് ഞാൻ ഇരുമ്പനത്തുള്ള മൃദുല സ്പർശം എന്ന സ്പെഷ്യൽ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യണം. അതൊരു വലിയൊരു വളരെ വലിയ എക്സ്പീരിയൻസ്, വളരെ സാറ്റിസ്ഫൈങ് ആണ്. ഇതിന് മുമ്പത്തെ ടീച്ചിങ്ങിനേക്കാളൊക്കെ ഒരു മീനിങ് ഫുൾ ആയിട്ട് തോന്നുന്നത് എനിക്കിപ്പോഴാണ്. ജോർജേട്ടിനെ കുറിച്ച് ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ തീരാത്ത അത്രയും കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. ജോർജേട്ടിൻ്റെ കഴിവുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ലാൽ ചേച്ചിക്കാണ്. അപ്പോൾ ആ കഴിവുകളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ലാൽ ചേച്ചിക്ക്? ജോർജിനെ പറ്റി കഴിവുകളെപ്പറ്റി പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. ഒരു സ്പോർട്സ്മാനാണ്. അതിലും നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. എയർഫോഴ്സിലായിരുന്നപ്പോൾ അവിടുത്തെ ബാസ്കറ്റ്ബോൾ ടീമിൽ കളിക്കുകയും അതിനുശേഷവും റിട്ടയർ ചെയ്തിട്ടും പിന്നെയും വെറ്ററൻ സ്പോർട്സിലൊക്കെ ആക്റ്റീവാണ്. നല്ല എഴുത്തുകാരനാണ്. ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ചെറുകഥകൾക്കും മറ്റുമൊക്കെ ആയിട്ട്. കുറേ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ HNCയുടെ ഒരു ട്രാൻസ്ലേഷൻ പാനലിലെ ഒരു മെമ്പറാണ്. പല പുസ്തകങ്ങൾ അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ നല്ലൊരു കൃഷിക്കാരനാണ്. ഞങ്ങൾക്ക് ടെറസിലൊരു നല്ല വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. 2 വർഷം മുമ്പ് മനോരമ നടത്തിയ ഒരു മത്സരത്തിൽ അതിൻ്റെ 4th പ്ലേസ് കിട്ടി. അങ്ങനെ ആദരിക്കപ്പെട്ടു. ഇതിനെല്ലാം ഉപരി ഒരു നല്ല ഹസ്ബൻഡാണ്. വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരു കണ്ണുണ്ട്. ഒരു നല്ല ഹ്യൂമൻ ബീയിങ് എന്ന് തീർച്ചയായും പറയാം. മറ്റുള്ളവരെ പറ്റി ഒരു കൺസേൺ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ എന്ന് പറയാം. പ്രളയത്തിന്റെ സമയത്ത് ഒരുപാട് ചെയ്തു. ആരും ചോദിക്കാതെ തന്നെ പോയി എവിടെ ഹെൽപ്പ് ആവശ്യമുണ്ട് പറ്റുന്ന പോലെയുള്ള സഹായം നല്ല രീതിയിൽ ചെയ്തു. അങ്ങനെ ആ ഒരു കൺസേൺ. പിന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഈ 65-ാം വയസ്സിലും
ഫ്ലൂട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫ്ലൂട്ട്. ഇങ്ങനെ എവിടെയാണ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മേഖല നോക്കി അല്ലെ സ്വന്തം കഴിവ് വളർത്തിയെടുക്കാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഉപരി എനിക്ക് ഭാര്യയ്ക്കും മക്കൾക്കും ഏതൊക്കെ അവസരങ്ങളിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യേണ്ടത്, അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ജോർജ് ചേട്ടാ, ലാൽ ചേച്ചിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ശരി പറഞ്ഞാൽ ദാമ്പത്യത്തിൽ പ്രത്യേകിച്ചും ഒരേ സ്വഭാവക്കാരെ അടുക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് പറയാറുള്ളത്. അനുഭവത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദേഷ്യക്കാരനൊക്കെയാണ്. ചെറിയ കാര്യം മതി എനിക്ക് അരിശം വരാനൊക്കെ. പക്ഷേ എൻ്റെതായ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ ദേഷ്യപ്പെടുന്ന പോലെ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കർമ്മം ഉണ്ടായിരുന്നു. യാത്രയ്ക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചൂടാക്കാൻ സമാധാനപ്രിയാണെന്ന് പറഞ്ഞില്ല, പെട്ടെന്നൊന്നും ചൂടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വഴക്ക് പറയും. പിന്നെ എൻ്റെ ഒത്തിരി കാര്യങ്ങളിലൊന്നും ചുമ്മാ കയറി തലയിടില്ല. അതെന്തിനാ ഇപ്പം അങ്ങോട്ട് പോകുന്നത്, അതെന്തായിരുന്നു ഇപ്പം ചെയ്യേണ്ട ആവശ്യം, ഇങ്ങനെയൊന്നും ചോദിക്കില്ല. ഞാൻ വരയ്ക്കാനിരിക്കുകയാണെങ്കിൽ വരയ്ക്കാനിരുന്നോട്ടെ, എഴുതാനിരിക്കുകയാണെങ്കിൽ എഴുതാനിരുന്നോട്ടെ. എന്നെ ആവശ്യമില്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല. പിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ കെയർ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധയുണ്ട്. ഞാൻ പിള്ളേരെ വഴക്ക് പറയേണ്ട ഒരു അവസരം വന്നു വഴക്ക് പറഞ്ഞാലും അത്രയും വഴക്ക് പറയാതെ അത് മാനേജ് ചെയ്യാൻ ലാലിക്ക് പറ്റും. അതുകൊണ്ട് പിള്ളേർ തന്നെ അവരുടെ ഏറ്റവും അടുത്ത രഹസ്യങ്ങളും പ്രശ്നങ്ങളും പേഴ്സണലായ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നതിന് മുമ്പേ ലാലിയോടായിരിക്കും, ലാലി വഴിയായിരിക്കും അധികം കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത്. ഒരു വീട്ടമ്മയ്ക്ക് നല്ലൊരു ഭാര്യയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ മതിയെന്ന് എനിക്ക് തോന്നുന്നു. ശാന്തമാണ് പൊതുവെ, ശാന്ത സ്വഭാവമാണ്. ഓക്കെ. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീട്ടിൽ വെച്ച് പപ്പ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ലാലി ഈ വീട്ടിലുണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ. അത്രയ്ക്ക് ക്വയറ്റാണ് അല്ലേ? അതൊരു നല്ലൊരു മാർക്കാണ്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഒരു ഹസ്ബൻഡിനും വൈഫിനും ഏറ്റവും നന്നായിട്ട് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് അതിൽ ലാലി പറയട്ടെ, ഞാൻ പറയാം. ബേസിക്കലി സ്നേഹം ഉണ്ടായിരിക്കണം. ഹസ്ബൻഡും വൈഫ് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ബാക്കി ഗുണങ്ങളെല്ലാം അതോടൊപ്പം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിട്ടുവീഴ്ച ഉണ്ടാകും, ക്ഷമയുണ്ടാകും, സഹകരണം ഉണ്ടാകും. ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നതിനകത്ത് ഞാൻ കാണുന്ന കൂടുതലൊരു സംഭവം, ഈ ആളുകൾ സാധാരണ പറയുന്ന കോമൺ സെൻസ് എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്, ഞാനതിന് വേറൊരു അർത്ഥമാണ് കാണുന്നത്. പരക്ലേശ വിവേകം. വേറൊരാളുടെ ആവശ്യങ്ങളിൽ നമ്മൾ അവരെ പറയാതെ നമ്മൾ അറിഞ്ഞിട്ട് സഹായിക്കുന്നതും ഇടപെടുന്നതാണ് ഏതൊരു ബന്ധത്തിലെ ആവശ്യം, കുടുംബ ബന്ധത്തിൽ പ്രത്യേകിച്ചും. ഭാര്യയ്ക്ക് ഇച്ചിരി സുഖമില്ലെന്നോ ഭാര്യയ്ക്ക് ഇച്ചിരി പണി കൂടുതലുണ്ടെന്നോ ഭാര്യ പറയാതെ ഭർത്താവ് അറിഞ്ഞ് ഇടപെട്ടാൽ അതിനൊരു മധുരം കൂടുതലാണ്. എനിക്കൊന്ന് ഒരു തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചിരണ്ടി തരാമോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതല്ലാതെ ഇതുണ്ടോ എന്നറിഞ്ഞിട്ട് ചെയ്താൽ അതുപോലെ അങ്ങോട്ടും കൊണ്ടും അറിഞ്ഞ് ചെയ്യാന്ന് പറയുന്നത് ഏതൊരു ബന്ധത്തിൻ്റെയും മനോഹാരിത കൂട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ലാൽ ചേച്ചിയോടാണ് അടുത്ത ചോദ്യം. ലാൽ ചേച്ചിക്ക് 4 മക്കൾ. മൂത്തവരുടെ 3 പേരുടെയും കാര്യം വന്നു. മോളുടെ കാര്യം, ഇളയ മോളുടെ കാര്യം ഒരു സ്പെഷ്യൽ കേസാണെന്ന് പറഞ്ഞു. മോളെ വളർത്തുന്ന സമയത്ത് ചെറിയ പ്രായം തൊട്ട് വളർത്തുന്ന ഓരോ ഘട്ടത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ചും അതെങ്ങനെ തരണം ചെയ്തു അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? ആദ്യകാലത്ത് ഈ പ്രശ്നത്തെപ്പറ്റി എനിക്ക് വലിയ അറിവില്ലായിരുന്നു. ഏത് പ്രായത്തിലാണ് അറിഞ്ഞത്? ഒരു 2.5 വയസ്സൊക്കെ ആയപ്പം, ചെറിയ പ്രായത്തിൽ തന്നെ. അവൾ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രശ്നം ഇത്ര ഗൗരവം ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് അറിയത്തില്ലായിരുന്നു. ഡോക്ടേഴ്സ് ചില ഈ അസസ്മെൻറ്റ് കൊണ്ടുപോകുമ്പം ഇപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുക, സ്പേസ് തെറാപ്പി കൊടുക്കുക. എന്നാലും കൊച്ചു വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അവളെ സ്കൂളിൽ വിട്ടപ്പോഴാണ് ഇത് കുറച്ചുകൂടെ സീരിയസ് ആണ് നമുക്ക് മനസ്സിലാണ്. എന്നാൽ പോലും ഇനീഷ്യൽ കുറേ വർഷങ്ങൾ ഇവളെ കുട്ടികൾ കളിയാക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ബൈ ചാൻസ് ഒരു അവസരം വന്നു, കുറച്ചൊരു ട്രെയിനിങ് കിട്ടുക. അപ്പോഴാണ് ഇത് ഇത്രമാത്രം പ്രശ്നമുള്ളതാണെന്നും ഇത്രമാത്രം സീരിയസ് ആണെന്നും മനസ്സിലായി. ആ ട്രെയിനിങ് എടുത്തതിന് ശേഷം ഇവിടെ കുറേയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാം. കുഞ്ഞുനാളിൽ തന്നെ ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പം ഞങ്ങൾ
അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ എടുത്തില്ല. പ്രശ്നമാണെന്നറിയാം, പക്ഷെ അതിന് ഇമ്മീഡിയറ്റ് സൊല്യൂഷനൊന്നും ഇല്ല എങ്കിൽ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ എടുക്കണമല്ലോ. അങ്ങനെ എടുക്കുകയും ഞങ്ങളുടെ മറ്റു മക്കളെ അതിനായിട്ട് ചെറുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയും അതൊരു വലിയൊരു കാര്യമാണ്. കാരണം സപ്പോർട്ടുണ്ട്. മറ്റവരുടെ 3 പേരുടെയും ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ്. അവരൊരു നോർമൽ ലൈഫാണ്. അപ്പം അവരെങ്ങനെ അവരെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ തീർച്ചയായും അതെങ്ങനെ അത് സാധിച്ചെടുത്തു? അത് വളരെ കുഞ്ഞിലെ തന്നെ അവർ തന്നെ നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഒരു കുട്ടി പോലെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ കുറച്ച് വാശിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ വളരെ ചെറുപ്പത്തിൽ, അതായത് ഇവൾക്കൊരു 3-4 വയസ്സാകുമ്പോൾ തന്നെ ഇവളുടെ പ്രശ്നത്തെ പറ്റി അവർക്ക് ബോധ്യമാവുകയും അവളോടൊരു പ്രത്യേക കൺസേൺ അവരിലുണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴായാലും ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അവൾക്കൊരു സങ്കടം തോന്നിയാൽ അവൾ ഉടനെ അവളുടെ മൂത്തവരെ വിളിച്ച് പറയാനുള്ള അടുപ്പം അവർ തമ്മിലുണ്ട്. അത് അവർ നന്നായിട്ട് അത് വിവാഹം കഴിച്ചു വന്ന പെൺകുട്ടികൾക്കും ആ ഒരു സ്നേഹവും അടുപ്പവും ഉണ്ട്. അത് അവര് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവരത് പറഞ്ഞിട്ടാണ്. പ്രത്യേകിച്ചും ജ്യോതിസ് ആ പെൺകുട്ടിയുടെ സിനുവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ട്, അവളെ കൂടെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടാണ് അവന് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് അവരിൽ നിന്നും എല്ലാ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ നമുക്ക് വീടുകളിലെ കൊണ്ട് നമ്മൾ മറ്റു സമൂഹത്തിലെ കൊണ്ട് പലരും എന്താ കൊച്ചിനെ കൊഞ്ചിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വാശിയെടുക്കുന്നത്. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയത്തില്ല. നമ്മൾ നോക്കുമ്പം ഇതിനേക്കാളും പ്രശ്നമുള്ള എത്രയോ കുട്ടികൾ എത്രയോ കുടുംബങ്ങളിലുണ്ട്. അതായത് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ഒരു കുടുംബത്തിൻ്റെ മൊത്തം താളം തെറ്റിപ്പോകുന്നു. അതായത് ഒരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റാതെ പേരൻസ് വീട്ടിൽ ലോക്ക്ഡപ്പ് ആകുന്ന സ്ഥിതിയിലുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം എഴുതിയ എൻ്റെ ഒരു പുസ്തകം, ഒരു നോവല് തന്നെ ടോപ്പിക്ക് ഇതാണ്. അതായത് ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു. സന്തോഷത്തോടുകൂടി നമുക്ക് ഒരു പ്രശ്നത്തെ വേണമെങ്കിൽ സ്വീകരിക്കാം, തകർന്നും പോകാം. ചിലയെങ്കിലും പ്രോബ്ലമുള്ള മാനസികമോ ശാരീരികമായ വൈകല്യമുള്ള കുട്ടികളുണ്ടായതിൻ്റെ പേരിൽ മാത്രം ഭർത്താവും ഭാര്യയും പിരിഞ്ഞ അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ അങ്ങനെയൊന്നും വേണ്ട. ദൈവം തരുന്നതെല്ലാം ബുദ്ധിശക്തി മാത്രമൊന്നും അല്ലല്ലോ. അത് സന്തോഷങ്ങൾ തരാൻ ദൈവത്തിൻ്റെ വഴികൾ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതല്ലേ ഉള്ളൂ. ഇതും ഒരു സന്തോഷത്തിൻ്റെ വഴി തന്നെയാണ്. പിന്നെ ദൈവം തരുന്ന എന്തിനും ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതെനിക്ക് വളരെ അനുഭവമാണ്. ഇപ്പം ജ്യോതികയ്ക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഈ ഫീൽഡിലേക്ക് കുറച്ചധികം പഠിച്ചു. അപ്പോൾ ദൈവം എന്നെക്കൊണ്ട് കുറേ മറ്റുള്ള ഇതുപോലുള്ള കുട്ടികൾക്ക് ഹെൽപ്പ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നു. എനിക്കിപ്പോൾ അത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള നന്മ തീർച്ചയായും. അപ്പം എനിക്കിപ്പം ജ്യോതിക ദൈവം തന്നതാണ്. ദൈവം അതെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കാണും, ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു ഭാഗമാണെന്ന് അങ്ങനെ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അതിനകത്തൊരു പ്രശ്നത്തെ പറ്റി നാളെ എന്താവും എന്നോർത്ത് നമ്മൾ ആഗ്രഹപ്പെടേണ്ടതില്ല എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ. നാളത്തെ കാര്യം നാളെ നോക്കിക്കോളും എന്നുള്ളത്. അതുപോലെ ഞങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കുന്നില്ല, സന്തോഷം തന്നെ. അപ്പോൾ ഇതേ പ്രശ്നങ്ങളുള്ള മക്കളുള്ള പേരൻസിനോട് എന്താ പറയാനുള്ളത് ലാൽ ചേച്ചിക്ക്? കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, അത് അവരുടെ തെറ്റല്ല അവരിങ്ങനെ ആയിപ്പോയത്. ഇത് ദൈവത്തിൻ്റെ ശിക്ഷയല്ല, ദൈവത്തിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമാണിതെന്നും അങ്ങനെയും ഒരുപാട് മറ്റുള്ളവർ പറയും. അതെ അതെ. അതനുസരിച്ച് നമുക്ക് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ലൈഫിലേക്ക് എത്ര ഇൻഡിപെൻഡൻ്റ് ആക്കാം എന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിയുമ്പോൾ ഇവർ ജീവിക്കണം. അതിന് അവരെ മാക്സിമം സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കുക. അല്ലാതെ പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്കൊക്കെ നമ്മളിപ്പോൾ ഗവൺമെൻറ്റും എല്ലാം അതിന് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിനും ഒരു അവയർനെസ് കൊടുക്കണം. അത് തീർച്ചയായും ആവശ്യമാണ്. നമ്മളിപ്പം ഇങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്, അല്ലെ ഇങ്ങനെയുള്ള വ്യക്തികളും സൊസൈറ്റിയിലും ഉണ്ട്. അവരെ സപ്പോർട്ട് സൊസൈറ്റിയുടെ ഒരു ആവശ്യമാണ് എന്നൊരു ഇതിലേക്കാണ് ഞാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു അവയർനെസ് എല്ലാം ഇപ്പം നിങ്ങളാണേലും ഈ ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ ഒരു അവയർനെസ് കൊടുത്താൽ ഒത്തിരി പേർക്ക് അതൊരു ആശ്വാസമാകും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള പേരൻസിനൊരു ആശ്വാസമാകും. മറ്റുള്ളവർക്കും അതിൻ്റെ വ്യാപ്തി എത്രയെന്നും അവരെ എങ്ങനെയൊക്കെ നമുക്ക് സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെയുള്ള ഒരിത് കിട്ടും. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? പ്രാർത്ഥന ഞങ്ങൾക്ക് മുടങ്ങുന്ന അവസരമില്ല. സ്ട്രോങ് ആയിട്ട് നമുക്ക് വിശ്വാസം നല്ല സ്ട്രോങ് ആയിട്ടാണ്. ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, പലരും എന്നോട് ചോദിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ബലം പ്രാർത്ഥനയാണ്, ദൈവവിശ്വാസമാണ്. ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമാണ്. അതാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ചുമ്മാ ഇന്ന് വരെ നമ്മളെ കൊണ്ടു നടന്ന ദൈവം
നാളെ പെട്ടെന്ന് നമ്മളെ ഉപേക്ഷിക്കുകയെന്ന് നമ്മുടെ ഉറപ്പാണ്, നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇന്ന് വരെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചെല്ലാം കിട്ടുന്നുണ്ടോ എന്നല്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ നോട്ടം. അത് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പ്രാർത്ഥന, ഇപ്പം കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാലം മുതൽ ഈ പിള്ളേർ കൃത്യമായ സമയമൊക്കെ ഉണ്ട്. കൃത്യമായ സമയം എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈം, അതെത്ര വൈകിയാലും കുടുംബ പ്രാർത്ഥന. യാത്രയിലാണെങ്കിൽ വണ്ടിയിലും അത് ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഒരു യാത്രയിലാണെങ്കിൽ വണ്ടിയിലും അത് മുടങ്ങുകയില്ല. പിന്നെ ഒത്തിരി നീണ്ട പ്രാർത്ഥനയല്ല, പക്ഷേ സജീവമായിട്ട് എല്ലാവരും പ്രാർത്ഥനയുടെ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക. പിന്നെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതൊക്കെ പ്രാർത്ഥനയാണല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ പുതിയ ജനറേഷനിലുള്ള മറ്റ് ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ ഈ തിരിച്ചു വന്ന് നിൽക്കുന്ന, അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ പേരൻസ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒരു കാരണം പല കുടുംബങ്ങളിലും ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഒക്കെ ആയിരിക്കും. ഞങ്ങളുടെ ആദ്യകാലത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു 4 കുട്ടികളെങ്കിലും വേണം. കാരണം ഞങ്ങൾ രണ്ടുപേരും ധാരാളം അംഗങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ആ കാലത്തൊന്നും ഞങ്ങൾ സാമ്പത്തികമായി നല്ലൊരു അടിത്തറ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ചെറിയ ജോലി, അധ്യാപക ജോലി കൊണ്ട് ജീവിച്ചു പോകുന്നതല്ല, വീട് പോലും ഇല്ല, വാടക വീട്ടിലൊക്കെ താമസിക്കുന്നു. എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുമെന്നൊന്നും അന്ന് ഉറപ്പാക്കാൻ പോലും മാറിയില്ല. പക്ഷേ മക്കളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അതൊരു ബുദ്ധിമുട്ടാണെന്നോ വളർത്തുന്നത് എങ്ങനെയാകുന്നോ ഞങ്ങൾക്കൊരു സംശയമില്ലായിരുന്നു. 4 മക്കൾ വേണമെന്നായിരുന്നു. അതിനും പല കാരണങ്ങളും ഞങ്ങളുടേതായിട്ടുണ്ട്. ഒന്നും മാത്രമാണെങ്കിൽ, ഒരെണ്ണം മാത്രമാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അപ്പനും അമ്മയും ആയിട്ട് എന്തായാലും അകലം വരും. 2 ആണാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ കുറവ് എന്തായാലും വിട്ടു വരും. ഒരാണും ഒരു പെണ്ണുമാണെങ്കിൽ കുറച്ച് കഴിയുമ്പം അവർ ആണിൻ്റെ കൂട്ടും പെണ്ണിൻ്റെ വഴി പോകും. 3 ആയാലും ഈ പ്രശ്നം. 2 ആണും ഒരു പെണ്ണും വരാം, 2 പെണ്ണ് പ്രാർത്ഥിച്ചൊക്കെ ആയതുകൊണ്ട് ഇനി 4 ആണെന്ന് വരാം, 4 പെണ്ണെന്ന് വരാം. പക്ഷെ ആ ഒരു ചാൻസിനും ദൈവം നമുക്ക് ഇടവരുത്തിയത് നമുക്കൊരു തോന്നുന്നുണ്ട്. അങ്ങനെ അതൊരു ബാലൻസ് ചെയ്ത് പോയപ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിള്ളേരാണെങ്കിൽ ഇപ്പം ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന മരുമക്കൾ പെണ്ണും ആണും ഒക്കെ ഈ വീട്ടിലെ ആൾക്കാർ തന്നെയാണ്. ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് പോലും ഒരു നീരസത്തിൻ്റെ ഇടപാടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും സമയം വളരെ കുറച്ച് കാര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതെ. എങ്കിലും ഞങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ, അത്യാവശ്യം കാര്യങ്ങളെല്ലാം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തന്നു. പുതിയ ജനറേഷന് കുറച്ച് ഉപദേശങ്ങൾ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒത്തിരി കാലം സന്തോഷമായിട്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജോർജ് ഏട്ടൻ്റെയും ലാൽ ചേച്ചിയുമായിട്ടുള്ള ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച് സക്സസ്ഫുള്ളായിട്ടുള്ള മറ്റ് ദമ്പതികളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം കൂട്ടിലൂടെ. നന്ദി, നമസ്കാരം.